എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. ഇന്ന് പത്രവിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഴിഞ്ഞ 26 ദിവസമായി. ഇന്ന് 27ാമത്തെ ദിവസമാണ്. നമ്മുടെ സംസ്ഥാനത്തെ 27,000-ഓളം വരുന്ന ആശാ വർക്കർമാരെ പ്രതിനിധീകരിച്ച് ഏതാണ്ട് 5,000-ഓളം ആശാ വർക്കർമാർ കഴിഞ്ഞ 26 ദിവസമായി രാപ്പകൽ സമരം നടത്തുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. 232 രൂപ ഒരു ദിവസം ഒരു ആശാവർക്കർക്ക് കിട്ടുന്ന വേതനമാണ് 232 രൂപ. ഈ 232 രൂപ കൊണ്ട് വേണം ഒരു സ്ത്രീ അവളുടെ കുടുംബം പുലർത്താൻ. അത്തരമൊരു ഗതികെട്ട നാട്ടിലാണ് ഇന്ന് CPM-ന്റെ കഴിഞ്ഞ 9 വർഷം തുടർച്ചയായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിലെ പ്രബല കക്ഷിയായ CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് സമ്മേളനത്തിന്റെ 4ാം ദിവസമാണ് ഇന്ന്. അങ്ങനെയുള്ള ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് എന്ന് ഓർക്കണം സംസ്ഥാനത്തിലെ അഗതികളായ ഒരുപക്ഷെ ഇത്തരമൊരു സമരം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്ര കൂടുതൽ പാർട്ടിസിപ്പേഷനുള്ള സമരം. പക്ഷെ കഴിഞ്ഞ 26 ദിവസമായി ആ സമരം നടന്നിട്ടും ഭരണകർത്താക്കൾ ആ സമരം കണ്ടതായി നടിക്കുന്നില്ല. പകരം ആ സമരത്തെ പരിഹസിക്കുന്നു, അപഹസിക്കുന്നു. നിങ്ങൾ ഓർക്കണം, 232 രൂപ ഒരു ദിവസം വേതനം കിട്ടുന്ന തൊഴിലാളി പറയുകയാണ് ഞങ്ങൾക്ക് മിനിമം 700 രൂപ. അതായത് നിങ്ങളൊക്കെ പറയുന്ന മിനിമം കൂലി എന്ന് പറയുന്ന 700 രൂപ ഒരു ദിവസം, ഒരു മാസം 21,000 രൂപ തന്നെയെങ്കിലും ഞങ്ങൾക്ക് തരൂ. ഞങ്ങൾ ജോലിയെടുക്കാനാവാതെ പിരിഞ്ഞു പോകുമ്പോൾ, വാർദ്ധക്യകാലത്ത് പിരിഞ്ഞു പോകുമ്പോൾ ഒരു 5 ലക്ഷം രൂപയെങ്കിലും വിരമിക്കൽ സഹായമായി ഞങ്ങൾക്ക് തരൂ. ഏറ്റവും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ സംസ്ഥാനത്തെ ഏറ്റവും അഗതികളായ സ്ത്രീകൾ, നിരാലംബരായ സ്ത്രീകൾ സമരം നടത്തുമ്പോഴാണ് ഇന്ന് നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നത്. ഇന്ന് പത്രങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എനിക്ക് വളരെ കൗതുകമായി തോന്നിയത് ഇന്നത്തെ മാതൃഭൂമി പത്രമാണ്. മാതൃഭൂമി പത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തയ്യാറാക്കിയത് ഒരു കൂട്ടം വനിതകളാണത്രേ. അതായത് പ്രശസ്ത എഴുത്തുകാരി രാജശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണത്രേ ഈ പത്രം ഇന്ന് തയ്യാറാക്കിയത്. ഇങ്ങനെ സാധാരണ മലയാള പത്രങ്ങളൊക്കെ ചില ഗിമ്മിക്കുകളൊക്കെ കളിക്കാറുണ്ട്. ഈ വനിതാ ദിനത്തിന് വനിതകളെ കൊണ്ട് പത്രം തയ്യാറാക്കിപ്പിക്കുക, ശിശുദിനത്തിന് കുട്ടികളെ കൊണ്ട് പത്രം തയ്യാറാക്കിപ്പിക്കുക, അമ്മാതിരി ചില ഒരു കാര്യവുമില്ലാത്ത പരിപാടികൾ. അതുകൊണ്ടൊന്നല്ലല്ലോ നമ്മളൊരു ആത്മാർത്ഥത പ്രകടിപ്പിക്കേണ്ടത്. എന്തായാലും ഈ വനിത തയ്യാറാക്കിയ രാജശ്രീ എന്ന് പറയുന്നതിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട്. അതായത് വനിതാ ദിനത്തിലെ മാതൃഭൂമിയുടെ ശബ്ദവും രൂപവും തീരുമാനിക്കാൻ പത്രാധിപ സമിതിയുടെ ഭാഗമായി എത്തിയത് എഴുത്തുകാരി R രാജശ്രീ. ഗസ്റ്റ് എഡിറ്ററായ രാജശ്രീ തിരഞ്ഞെടുത്ത വാർത്തകളാണ് ശനിയാഴ്ചത്തെ 1ാം പേജിനെ ശക്തമാക്കുന്നത്. മതി സംസാരം ഇനി പ്രവൃത്തി എന്നുള്ള രീതിയിൽ അതിന്റെ ആ പത്രം തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള രാജശ്രീയും മറ്റ് വനിതകളൊക്കെ ചേർന്നിരുന്നു കണ്ട് പത്രം തയ്യാറാക്കുന്ന ചിത്രമാണ്. പിന്നെ എന്താണ് പറയാ, അത്രയൊക്കെ തന്നെയുള്ളൂ 1ാം പേജിൽ. സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾ കേരളം ഒന്നാമത് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഒരു വെളിച്ചം വീശുന്ന ഒരു 1ാം പേജ് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് ഇവർ വാർത്തകൾ വിന്യസിച്ചിരിക്കുന്നത് നോക്കാം. മാതൃഭൂമിയുടെ ഇന്നത്തെ 1ാം പത്രം, അതായത് സ്ത്രീപക്ഷ മാതൃഭൂമിയാണ്. ഈ മാതൃഭൂമി ഇന്ന് തയ്യാറാക്കിയ മാതൃഭൂമിയുടെ 1ാം പേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സമരം ചെയ്യുന്ന 26 വർഷം, കഴിഞ്ഞ 3-4 ദിവസം പെരുമഴയായിരുന്നു രാത്രി. അവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലും വലിച്ചു കെട്ടാൻ പോലീസ് സമ്മതിക്കുന്നില്ല. കോരിച്ചെറിയുന്ന മഴയത്താണ് ആ സ്ത്രീകൾ സമരം നടത്തുന്നെന്ന് ഓർമ്മിക്കണം. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ ചർച്ചയിലെ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒന്നിൽ ജോസഫ് സി മാത്യു അല്ലെങ്കിൽ വിനു വി ജോണോ ആരോ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഈശ്വരവാരിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു വാചകമുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ തറഞ്ഞു കിടക്കുന്ന ഒരു വാചകം. ഈശ്വരവാര്യർ എന്ന് പറഞ്ഞാൽ വേറെ വിശേഷങ്ങൾ ആവശ്യമില്ലല്ലോ. നമ്മുടെ രാജ്യന്റെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കൊന്ന രാജന്റെ അച്ഛൻ ഈശ്വരവാര്യർ തന്റെ മകൻ ജീവിച്ചിരിക്കുന്നോ മരിച്ചിരിക്കുന്നോ എന്ന് പോലും അറിയാതെ നടന്ന ആ പാവപ്പെട്ട മനുഷ്യൻ ഈശ്വരവാര്യർ രാജനെ കുറിച്ച് എഴുതുന്ന എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങൾ എന്തിനാണ് എന്റെ മകനെ മഴയത്ത് നിർത്തുന്നത് എന്നാണ് അച്ഛൻ ചോദിച്ചത്. എന്തിനാണ് നിങ്ങൾ എന്റെ മകനെ ഇപ്പോഴും ഇങ്ങനെ മഴയത്ത് നിർത്തുന്നത്? ഈ സങ്കടങ്ങളുടെ പെരുമഴയത്ത് എന്തിനാണ് നിങ്ങൾ എന്റെ മകനെ നിർത്തുന്നത് എന്ന് ഈശ്വരവാര്യർ ചോദിച്ചിരുന്നു. അതിന് സമാനമാണ് ഇന്ന് ഈ അഗതികളായ
ആശാ വർക്കർമാരെ, പിണറായി വിജയ, സഖാവ് വിജയ, നിങ്ങൾ എന്തിനാണ് ഈ ഗതികെട്ട സ്ത്രീകളെ ഈ കോരിച്ചെറിയുന്ന മഴയത്ത് നിർത്തുന്നത്? ഈ പൊരിവെയിലത്തും മഴയത്തും നിങ്ങൾ എന്തിനാണ് മനുഷ്യ നിങ്ങൾ ഇവരെ ഇങ്ങനെ നിർത്തുന്നത്? മനുഷ്യ എന്ന് എങ്ങനെയാണ് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിളിക്കേണ്ടത്? ഇന്നലെ ആ ഒരു ചർച്ചയില് സമര നേതാവായ മിനി പറഞ്ഞു, മനുഷ്യനാകണം മനുഷ്യനാകണം എന്നൊരു പക്ഷേ ആ സമ്മേളനം നടക്കുന്ന CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന നഗരിയിൽ ഒരു പക്ഷേ ആ പാട്ട്, ആ കവിത ചൊല്ലുന്നുണ്ടാവണം, മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന്. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യൻ, പിണറായി വിജയൻ ഒരു മനുഷ്യനാണോ? മനുഷ്യത്വമുള്ള ഒരാളാണോ? ആയിരുന്നെങ്കിൽ ഈ 26 ദിവസം ഈ വീട്ടമ്മമാർക്ക് ഇങ്ങനെ സമരം ചെയ്യേണ്ടിയിരുന്നില്ല. ഒരു മന്ത്രിയുണ്ട്, ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്ല, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ വീണ് കിടക്കുന്ന ജോർജ്. തൊഴിൽ മന്ത്രിയുണ്ട് ശിവൻകുട്ടി. ഈ മൂന്ന് പേര് വിചാരിച്ചാൽ തീരാവുന്ന സമരമേ ഉള്ളൂ. ഈ 3 പേർ, പിണറായി വിജയനും ശിവൻകുട്ടിയും ഈ വീണ ജോർജും 3 പേരും കൂടി, നമ്മുടെ ബാലഗോപാലും KN ബാലഗോപാലും ചേർന്ന് 4 പേരിരുന്ന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു സമരമാണത്. ഇനി നിങ്ങൾ കള്ളം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആദ്യമൊക്കെ പറഞ്ഞിരുന്നു കേന്ദ്രം തരുന്നില്ല. അവസാനമൊക്കെ പൊട്ടിപ്പാളീസായില്ലേ? കേന്ദ്രം തരേണ്ടതിൽ അധികവും തന്നു. 24-25 വർഷത്ത് NHM പദ്ധതിക്ക് വേണ്ടിയിട്ട് തരാനുള്ള സംഖ്യയിൽ 145 കോടി രൂപ അധികം കേരളം തന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, കണക്കുകളാണ്. ആദ്യം തന്നെ 25 കോടി കൂടുതലും, പിന്നീട് എക്സ്ട്രാ ഒരു 120 കോടിയും, അങ്ങനെ 145 കോടി രൂപ അധികമായി തന്നു. പിന്നെ നിങ്ങൾക്ക് പറയാനുണ്ടാവും, കഴിഞ്ഞ വർഷത്തെ, അതായത് 23-24 ഒരു തെമ്മാടിത്തം കളിച്ചു പിണറായി വിജയന്റെ സർക്കാർ. കേന്ദ്ര നിബന്ധനകൾ മുഴുവൻ തെറ്റിച്ചു. കേന്ദ്രത്തിന്റെ നിബന്ധനകൾ തെറ്റിച്ചാൽ കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കില്ല. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് മാറ്റണം, ആരോഗ്യ മന്ദിർ എന്നാക്കി മാറ്റണം തുടങ്ങിയ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ സഹായം കിട്ടണമെങ്കിൽ കേന്ദ്രത്തിന്റെ നിബന്ധനകൾ പാലിക്കണം. ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായ കാര്യമൊന്നുമല്ല, പണ്ടേയുള്ള കാര്യമാണ്. പക്ഷെ കേരളം മസിൽ പിടിച്ചു. ഇല്ല, മോദി പറയുന്നൊന്നും ഞങ്ങൾ കേൾക്കില്ല. മോദി പറഞ്ഞത് ഞങ്ങൾ കേൾക്കില്ല. ഞങ്ങൾ പറഞ്ഞത് പിണറായി തമ്പുരാൻ പറഞ്ഞാലേ ഞങ്ങൾ കേൾക്കുള്ളൂ. നഷ്ടപ്പെട്ടില്ലേ? കൂടെ ഉണ്ടായിരുന്നു തമിഴ്നാട്, സ്റ്റാലിൻ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഉണ്ടാവില്ല, സ്റ്റാലിൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും നടപ്പിലാക്കിയില്ല. അവസാനം സ്റ്റാലിൻ കാലുമാറി. സ്റ്റാലിൻ പറഞ്ഞു ഞങ്ങൾ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. സ്റ്റാലിൻ കേന്ദ്ര ഫണ്ടൊക്കെ എഴുതി വാങ്ങിപ്പിച്ചു. പക്ഷെ കേന്ദ്രം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ചെയ്തില്ല. അവസാനം ഗതിയും പരഗതിയും ഇല്ലാതെ ആ സാമ്പത്തിക വർഷം കഴിഞ്ഞ് പിന്നീടും 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെയ്തു കൊള്ളാമേ, ഞങ്ങൾക്ക് ആ പൈസ ഒന്ന് അനുവദിച്ചു തരണമേ എന്ന് ഗതിയില്ലാതെ പറഞ്ഞത്. ഒന്നുകിൽ പോരടിക്കണം. ഇത് അതിനും പറ്റില്ല. ഉളുപ്പും മാനവും ഇല്ലാത്ത ഇങ്ങനെ ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നാണമില്ലേ വിജയ, ഉളുപ്പില്ലേ വിജയ? നിനക്കൊക്കെ നിർത്തിപ്പോടോ നിന്റെ ഈ സംസ്ഥാന സമ്മേളനം എന്ന് പറയാൻ. ഇവിടെ നവകേരള നിർമ്മിതിയാണത്രേ. ചിരിക്കല്ലാതെ എന്താ ചെയ്യുക? നവകേരള നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഈ ഭരണം കഴിഞ്ഞ് ഭരണത്തിന്റെ അവസാന ഘട്ടമെത്തി. ഇനി കേരളത്തിൽ CPM എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചത്. 9 വർഷത്തെ തുടർ ഭരണം. എന്നിട്ട് ഇപ്പോഴാണ് നവകേരളത്തിനായുള്ള നയരേഖ പിണറായി വിജയൻ അവതരിപ്പിക്കുകയാണ്. നയരേഖ പാർട്ടി സെക്രട്ടറി ചർച്ചയ്ക്ക് മുമ്പേ കൈയടിച്ചോ? ശരി, റെഡി വിജയ, നടത്തിക്കോ. പാർട്ടി സെക്രട്ടറി എളുപ്പില്ലാതെ ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഗോവിന്ദ മാഷല്ല, MV ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു വിവരവും ഒരു ധാരണമില്ലാത്ത, കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്ത ഈ അപ്പം ഗോവിന്ദൻ പറഞ്ഞു, പിണറായി പറഞ്ഞതല്ലേ, പിണറായി തമ്പുരാൻ പറഞ്ഞതല്ലേ നടക്കട്ടെ. എന്താണ് നയരേഖ എന്നറിയാം? പണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞത്, അതിനു മുമ്പ് AK ആന്റണി പറഞ്ഞത്, അതിനു മുമ്പ് മൻമോഹൻ സിംഗ് പറഞ്ഞത്, സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന നയം, പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റുതുലയ്ക്കുന്ന നയം. ഒരേ നാവ് കൊണ്ട് പറയുന്നു മോദി പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കുന്നു. മോദിക്കെതിരെ ഇതാ ഞങ്ങൾ സമരത്തിനിറങ്ങുന്നു. ഞങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കും, ഞങ്ങൾ തിന്നും. നിങ്ങൾക്കെന്താ?
പക്ഷെ ഞങ്ങൾ സമരം ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു ഇളിഞ്ഞ ചിരിയുമായും ഇയാൾ പറഞ്ഞിരുന്നു, നമ്മളെ ഗോവിന്ദൻ. പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഈ സെസ്സും ഒക്കെ ഏർപ്പെടുത്തുകയാണല്ലോ, ഈ ആശുപത്രിയിലൊക്കെ സെസ്സൊക്കെ ഏർപ്പെടുത്താൻ പോവുകയാണല്ലോ, ഇതൊക്കെ പണ്ട് സമരം ചെയ്തല്ലേ? അപ്പൊ ഗോവിന്ദൻ ഇളിഞ്ഞ ചിരിയോടെ പറയുന്നു, ഇളിഞ്ഞ ചിരി എന്നവർ പറയും, വളിഞ്ഞ ചിരിയോടെ പറയാണ്, ഞങ്ങൾ സമരം ചെയ്യും, ഞങ്ങൾ ഇനിയും സമരം ചെയ്യും, ഞങ്ങൾ ഇനിയും സമരം ചെയ്യും, ഞങ്ങൾ പണ്ട് സമരം ചെയ്തു, ഇനിയും ഞങ്ങൾ സമരം ചെയ്യും. എന്താ അപ്പൊ ഒരു വളിഞ്ഞ്? നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയാൽ അറിയാം, നമുക്ക് ഛർദ്ദിക്കാൻ തോന്നി ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ. അങ്ങനെയാണ് നമ്മൾ ഈ മാർച്ച് 8 വനിതാ ദിനം ആഘോഷിക്കുമ്പോഴാണ് മാതൃഭൂമിയുടെ കെട്ടുകാഴ്ച. ഞാൻ അതിലേക്കാണ് വന്നത്. മാതൃഭൂമിയുടെ 1-ാം പേജ്. ഈ മാതൃഭൂമിയുടെ 1-ാം പേജിൽ കഴിഞ്ഞ 26 ദിവസമായി സെക്രട്ടറിയേറ്റിന് മുമ്പിൽ സമരം നടത്തുന്ന, ഒരുപക്ഷെ സമാനതകളില്ലാത്ത സമരം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആശാ വർക്കർമാരെ കുറിച്ച് ഒരു വാചകം പോലും, അവരുടെ സമരത്തെ കുറിച്ച് ഒരു വാചകം പോലും, ഒരു ചിത്രം പോലും ഇല്ല. പകരമുള്ളത് ആരാണെന്നറിയോ? ഇതാ, കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിന്റെ 2-ാം ദിവസം പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാളിലേക്ക് എത്തുന്ന പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഇതാ ചോന്ന കൊടി വെച്ച കാറിൽ വൃന്ദ കാരാട്ട് വരുന്നു. ഇതാണ് കേരളത്തിലെ വനിതകളുടെ ബിംബമാണോ? വൃന്ദ കാരാട്ട് ചുവന്ന കാറിൽ ഇറങ്ങുന്ന പടമാണ് മാതൃഭൂമി ആദ്യം തന്നെ കൊടുത്തത്. പകരം ഇവിടെ നിങ്ങൾക്ക് ടാർപോളിൻ വലിച്ചു കിട്ടിയ കോരിച്ചെറിയുന്ന മഴയത്ത്, 26-ാം ദിവസം രാത്രി കോരിച്ചെറിയുന്ന മഴയത്ത്, ആ വിറയ്ക്കുന്ന ആ ആശാ തൊഴിലാളികളുടെ ഒരു പടമെങ്കിൽ അങ്ങനെ കൊടുത്ത പത്രമുണ്ട്. ഇവിടെ കേരളകൗമുദി കൊടുത്തിട്ടുണ്ട് അത്തരം ഒരു പടം, മാധ്യമം കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ കുറ്റം പറയുന്ന 2 പത്രങ്ങളാണ്, മാതൃഭൂമിയും ഈ മാധ്യമവും കേരള കൗമുദിയും ഒക്കെ. ആ 2 പത്രങ്ങൾ കൊടുത്തു. ഇതാ വനിതകൾ ചെയ്ത പത്രമാണ് അത്രേ മാതൃഭൂമി പലപ്പോഴും ചെയ്യാറുള്ളത്. ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് മാതൃഭൂമി ഇന്ന് നല്ല പത്രം. ശരി, നല്ലത് ചെയ്യുമ്പോൾ നല്ല പത്രം. ഇപ്പൊ തമ്മാടിത്തം ചെയ്യുമ്പോൾ പിന്നെ ഇതിനെ നല്ല പത്രം എന്ന് പറയാൻ പറ്റുമോ? രാജശ്രീ എന്ന് പറയുന്ന എഴുത്തുകാരിയും കൂട്ടരും ഉണ്ടാക്കിയ പത്രമാണത്രേ. അവരുണ്ടാക്കിയ അതാണിത്. ഇതിലെ വാർത്തകൾ കണ്ടോ? പ്രധാനപ്പെട്ട വാർത്ത പൊതുസ്വകാര്യം. ശരി, ഇന്നലത്തെ CPM-ന്റെ ചർച്ചയിൽ നടന്ന, അല്ലെങ്കിൽ CPM-ന്റെ ഈ നയരേഖ, അതായത് എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു. ഇനിയിപ്പോ എന്റെ പേടി എന്താണെന്ന് അറിയാം, അതായത് എല്ലാറ്റിനും സെസ് ചുമത്താൻ പോകുകയാണത്രേ. എല്ലാറ്റിനും ആശുപത്രിയിൽ ചെന്നാൽ അതിന് സെസ്. ഇന്നലെ വരെ നമ്മൾ സൗജന്യം പറ്റിയിരുന്നതിന് മുഴുവനും ഇനി സെസ് ചുമത്താൻ പോവുകയാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നു മുലക്കരം, പിണറായി വിജയൻ കേരളത്തിൽ മുലക്കരം വീണ്ടും നടത്താൻ പോവുകയാണ്. പണ്ടുണ്ടായിരുന്നല്ലോ മുലക്കരം, സ്ത്രീകൾ, മുലയുള്ള സ്ത്രീകളെല്ലാം മുലക്ക് ടാക്സ് കൊടുക്കുക. അത് പിണറായി നടത്തും. ഉളുപ്പില്ലാത്ത ഈ മനുഷ്യൻ അതും നടത്തും. കൈകൊട്ടി ജയ് വിളിക്കും സഖാക്കന്മാര്. ഞാൻ വെറുതെ പറയല്ല, അതിലേക്കാണ് നാട് പോകുന്നത്. ആണുങ്ങളാവട്ടെ മീശയും താടി വെച്ച് കഴിഞ്ഞാൽ അതിനും കരം. പെണ്ണുങ്ങള്, മുലയുള്ള പെണ്ണുങ്ങൾക്ക് മുലക്കരം. ഇതൊക്കെ പിണറായി ഇവിടെ നടത്തും. പക്ഷേ ഇത് അവസാനത്തെ, എല്ലാറ്റിനും ഒരു അവസാനമുണ്ട് എന്ന് പറഞ്ഞ പോലെ പണ്ടൊക്കെ പറഞ്ഞിരുന്നല്ലോ. ബംഗാൾ എന്താണ്? ബംഗാളിൽ കഴിഞ്ഞ 34 വർഷം, 34 കഴിഞ്ഞപ്പോൾ തീർന്നു. ത്രിപുര 25 വർഷം കഴിഞ്ഞപ്പോൾ തീർന്നു. കേരളം ഇതാ 2026 അടുത്ത വർഷം, അതോടുകൂടി തീരുന്നു. പിണറായി അങ്ങനെ തീർക്കുന്നു. പിണറായിയുടെ ഇളമരം, മുത്തമരം തുടങ്ങിയ സഖാക്കന്മാരും ചേർന്നിട്ട്, മരുമോനും ചേർന്നിട്ട് ഈ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ഇടതുപക്ഷത്തെ കശാപ്പ് ചെയ്യുന്നു. അതാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സീനുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലത്ത്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. അപ്പോൾ മാതൃഭൂമി ചെയ്ത ഈ തോന്നിവാസമാണ് അങ്ങനെ ആ മെയിൻ സ്റ്റോറി. പിന്നീട് അത് കഴിഞ്ഞിട്ടെന്നാണ് അനധികൃത വെബ്സൈറ്റുകളുടെ TV ചാനലുകൾ പ്രതികൾ പിടിയിൽ, തസ്തികൾ നിശ്ചയിച്ച് നിയമനം നടത്തുമെന്ന് സുപ്രീം കോടതി, പോലീസ് ഒന്നിക്കും. അതൊന്നുമില്ല ഇതിൽ 1-ാം പേജിലില്ല. 1-ാം പേജിൽ വേറെന്ന് പറഞ്ഞാൽ ഇന്നലെ KV തോമസ് ചെയ്ത ഒരു മണ്ടത്തരം ഉണ്ടായിരുന്നു. KV തോമസ് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി, ഇയാള് നിർമ്മല സീതാരാമനെ കാണാൻ പോയി. അറിയാലോ, നിർമ്മല സീതാരാമന് കണക്കുകളൊക്കെ ഉള്ളം കയ്യിലില്ല, മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ടക് 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 നമ്മളെ കണക്കുകൾ ഇങ്ങനെ എടുത്തിടും. നിർമ്മല സീതാരാമനെ കാണാൻ പോയതാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. ആശാ വർക്കർമാരുടെ പ്രശ്നം പറഞ്ഞപ്പോ നിർമ്മല സീതാരാമൻ ചോദിച്ചു, എന്താണ് ഇനി തരാനുള്ളത്? അപ്പൊ KV തോമസ് പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, അവിടെ കുറെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ സമരം ചെയ്യുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ ആശാ വർക്കർമാർക്ക് എന്തോ പൈസ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു നിങ്ങള്. അപ്പോഴാണ് നിർമ്മല സീതാരാമൻ കൈവര ചൂണ്ടിയത്. കണക്കുണ്ട കയ്യിൽ, എന്താണ് തന്നത്, എന്താ തരാനുള്ളത് എന്നുള്ള പോലെ കണക്കൊന്നുകൂടെ എടുക്കാൻ പറഞ്ഞു. KV തോമസ് പറഞ്ഞു, മാപ്പാക്കണം, എനിക്കത് അറിയില്ല, ഒന്നും അറിയില്ല, ഇനി അവിടെ ചെന്നിട്ട് വേണ്ട ചോദിക്കാൻ. ഈ മനുഷ്യനാണ് ഈ ആശാ വർക്കർമാർ ഇവിടെ 232 രൂപ ദിവസ ശമ്പളമുള്ള, ദിവസക്കൂലിയുള്ള ആശാ വർക്കർമാർ ഇവിടെ സമരം ചെയ്യുമ്പോൾ അതൊരു 700 രൂപയാക്കണമെന്ന് സമരം ചെയ്യുമ്പോഴാണ്
ഈ പറയുന്ന KV തോമസ് ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശമ്പളം കൊടുത്ത് നിർത്തിയ KV തോമസിന്റെ TA വർദ്ധിപ്പിക്കുന്നത് 5.5 ലക്ഷം എന്ന് പറയുന്ന ഇയാളുടെ യാത്രാപത്ത 11.5 ലക്ഷമായി വർദ്ധിപ്പിക്കുകയാണ് കേട്ടോ. ഈ സ്ത്രീകൾക്ക് 232 രൂപ ശമ്പളം ദിവസ കൂലിയുള്ള സ്ത്രീകൾ ശമ്പളം കൂട്ടണം, ദിവസ കൂലി കൂട്ടണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ വേതനം കൂട്ടണം എന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ KV തോമസ് എന്ന് പറയുന്ന ഈ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയുടെ യാത്രാപത്ത കൂട്ടിക്കൊടുക്കുകയാണ്. ഇരട്ടിയായിട്ട് 5 ലക്ഷം എന്നുള്ളത് 11.5 ലക്ഷമായിട്ട്. എന്നാ തിന്നോ, ഞങ്ങൾ ഇതാ തരാം. അതിന് തൊട്ട് മുമ്പായിരുന്നല്ലോ മറ്റേ നമ്മുടെ PSC അംഗങ്ങളുടെ ശമ്പളം 4 ലക്ഷമാക്കി ഉയർത്തിയത്. ആ KV തോമസ് നിർമ്മലാ സീതാരാമനെ കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന സംഭവം അതാ. ആ ഒരു വാർത്തയുണ്ട്. വിശദാംശം ചോദിച്ച് നിർമ്മലാ സീതാരാമൻ, കയ്യിലില്ലെന്ന് KV തോമസ്. എന്റെ കയ്യിലൊന്നുമില്ല, കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. പണ്ട് ശങ്കരാടി കാണിച്ച പോലെ ഇതാ രേഖ. KV തോമസ് നിർമ്മലാ സീതാരാമൻ നല്ല ആട്ടാട്ടിട്ടുണ്ടാവും. ഇനിതാ നിർമ്മലാ സീതാരാമനെ കാണാൻ വേണ്ടിയിട്ട് 11-ന് 12-ന് നമ്മുടെ ഇരട്ടച്ചങ്ങൻ പോകുന്നുണ്ട് കേട്ടോ. 11-നോ 12-നോ ആണ് ആ ചർച്ച വെച്ചതെന്നാണ് തോന്നുന്നത്. അതോടുകൂടി പിണറായിയുടെ പരിപ്പളം നിർമ്മലാ സീതാരാമന്റെ മുന്നിലേക്കാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. പിണറായി വിജയൻ ബബ്ബ പറയും, നിർമ്മലാ സീതാരാമൻ കൃത്യമായി കണക്കുകൾ ഇങ്ങനെ ഇട്ടുകൊടുക്കും. 24-25 ഇതാ ഞങ്ങൾ തന്ന പൈസ കൂടുതൽ തന്നു. 23-24 അപ്പൊ പിണറായി പറയും 23-24 കുറെ തരാനുണ്ട്, തരില്ല. എങ്ങനെയാ തരിക? ഞങ്ങൾ പറഞ്ഞ നിബന്ധനകൾ അനുസരിച്ചോ? നിബന്ധനകൾ അനുസരിക്കാതെ നിങ്ങൾ തോന്നും കാശ് തരാൻ എന്താ അത്? നിങ്ങളുടെ AKG സെന്ററിനാണ് കാശ് എടുത്തു തരുന്നത്? ചോദിക്കാനിരിക്കുന്നു. പിണറായി നിർമ്മലാ സീതാരാമന്റെ വായിൽ നിന്ന് എന്തൊക്കെ കേൾക്കും എന്നുള്ളത് 12-ാം തീയതി. ഇനി പേടിച്ചിട്ട് പോകാതിരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. 12-ാം തീയതിയാണത്രേ പിണറായി വിജയൻ നിർമ്മലാ സീതാരാമനെ കാണാൻ പോകുന്നത്. ചരിത്ര സംഭവമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഒന്നുമില്ല. അതിന് പകരം മാതൃഭൂമി എവിടെയാണെന്ന് അറിയോ? ഉള്ളില് ഏതോ ഒരു പേജിലുണ്ടായിരുന്നല്ലോ. മാതൃഭൂമിയുടെ 9-ാമത്തെ പേജിൽ ബിസിനസ് പേജിൽ, വാണിജ്യം എന്ന് പറയുന്ന പേജിൽ ഏറ്റവും അവസാനം ഒരു സിംഗിൾ കോളം ഉണ്ട്. ഈ ഒരു പരസ്യത്തിന്റെ അടുത്ത് ഒരു സിംഗിൾ കോളത്തിൽ ആശമാരുടെ സമരം 27-ാം ദിവസത്തിലേക്ക്. ഈ 27-ാം ദിവസത്തിലേക്ക് എന്നുള്ളതല്ല പ്രധാനം. ഇന്ന് ഈ വനിതാ ദിനത്തിൽ അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ആരൊക്കെയാണ് ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതറിയോ? ഈ സഖാക്കളെ നിങ്ങൾ ഇനി എങ്ങോട്ടാണ് കാത്തിരിക്കുന്നത്? സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ, ഇടതുപക്ഷ സഹയാത്രികരായ സച്ചിദാനന്ദൻ, പണ്ട് ഈ തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ വഴിപിഴച്ചു പോകും എന്നൊക്കെ പോസ്റ്റ് ഇട്ട സച്ചിദാനന്ദൻ ആ പോസ്റ്റ് പെട്ടെന്ന് തന്നെ മുക്കിയിരുന്നു. ആ സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ എഴുതുന്നു, എന്റെ ഈ പദവി തെറിക്കുകയാണെങ്കിൽ തെറിക്കട്ടെ, ഞാൻ ഈ ആശാവർക്കർമാർക്കൊപ്പമാണ്, ആശാവർക്കർമാർക്ക് കൂലി കൂട്ടി കൊടുക്കണം എന്ന് സച്ചിദാനന്ദൻ പറയുന്നു. ഇന്ന് സമരപ്പന്തലിൽ ദേവികയുണ്ട്, ജയദേവിക, മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ എഴുത്തുകാരിയും സ്ത്രീപക്ഷ പ്രവർത്തിയുമായ ജയദേവികയുണ്ട്. ഇന്നലെ നമ്മുടെ റീമ കല്ലിങ്കൽ, അതും ഇടതുപക്ഷ സഹയാത്രികയാണ്, ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന അറിയാലോ, ആഷിക്കബുവും റീമ കല്ലിങ്കലും ഒക്കെ. റീമ കല്ലിങ്കൽ കൃത്യമായി പറഞ്ഞു ഇവർക്ക് ശമ്പളം കൊടുക്കണം, ആശാവർക്കർമാർക്കൊപ്പമാണ്. ദിവ്യപ്രഭയും കനി കുസൃതിയും അറിയാലോ, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓൾ വി ഇമേജിൻ എസ് ലൈറ്റ് എന്ന് പറയുന്ന ആ മനോഹരമായ ചിത്രത്തിൽ അഭിനയിച്ച ദിവ്യപ്രഭയും കനി കുസൃതിയും ഒക്കെ. അങ്ങനെ കേരളത്തിലെ എണ്ണപ്പെട്ട സാഹിത്യകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഏറ്റവും അവസാനം എന്താ ആനി രാജ പറയുന്നു ഇവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കണം, ഇവർക്ക് കൂലി കൂട്ടി കൊടുക്കണം. ഇനിയും വീണ ജോർജിന് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല, ഇതൊക്കെ ചെയ്യുന്നത് കേന്ദ്രമാണെന്ന്. എടോ, വീണ ജോർജ് അറിയില്ലെങ്കിൽ താരകി മന്ത്രിപ്പണിക്ക് നിൽക്കണോ? ഈ NHM പദ്ധതി എന്ന് പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിനാണ് ചെയ്യേണ്ടത്. കേന്ദ്രത്തിന് ഒരു ചുക്കും ചെയ്യാനില്ലതില്. നിങ്ങളാണ് കൂട്ടി കൊടുക്കേണ്ടത്. നിങ്ങൾ പണ്ട് 1000 രൂപ 7000 രൂപയാക്കിയില്ലേ? ഈ 7000 21,000 രൂപയാക്കിയാൽ മതി. അതിന് കേന്ദ്രത്തിന്റെ തിട്ടൂരൊന്നും വേണ്ട. ഇവിടെ സിക്കിം 10,000 രൂപയാക്കി. മാത്രമല്ല, സിക്കിം അവരെയൊക്കെ റെഗുലറൈസ് ചെയ്തു. സിക്കിം ഈ പറയുന്ന ആശാവർക്കർമാരെ റെഗുലറൈസ് ചെയ്തു, അവര് സ്ഥിരം ജീവനക്കാരാക്കി. ഇതൊന്നും കേന്ദ്രം പറഞ്ഞിട്ടല്ല, അവര് സിക്കിം ചെയ്തു, അവർക്ക് 10,000 രൂപയാക്കി. അതാണ് ഇപ്പോഴും ദേശാഭിമാനിയും നമ്മുടെ വീണ ജോർജ് പറയുന്നത് അവിടെ 6,000 ഉള്ളൂ, അവിടെ 6 പറഞ്ഞിട്ടത്രേ അവിടെ 6,000 കിട്ടുന്നുള്ളൂ. ഇതൊക്കെ കടലാസിലുള്ളതാണ്, രേഖയിലുള്ളതാണ്. സിക്കിമിൽ 10,000 രൂപയാണ് ആശാവർക്കർമാരുടെ വേതനം. ഈ അവരുടെ ഈ എന്താ പറയാ, ഈ പ്രതിമാസം കൊടുക്കുന്ന ഇവിടെ 7,000 കൊടുക്കുന്നതിന് പകരം അവിടെ 10,000 രൂപ കൊടുക്കുന്നു. ആ 10,000 അതേപോലെ 10,000 ആണ് ആന്ധ്രാപ്രദേശിലും കൊടുക്കുന്നത്. ആന്ധ്രയിൽ മാത്രമല്ല, അവർക്ക് പ്രസവാവധി 150 ദിവസം, 6 മാസം ശമ്പളത്തോടു കൂടിയ പ്രസവാവധി ആന്ധ്രാപ്രദേശിൽ കൊടുക്കുന്നു.
ബംഗാളിൽ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കുന്നു. കേരളത്തിൽ ഇതൊന്നുമില്ല. കേരളത്തോട് ചോദിക്കുമ്പോൾ ഇത് മുഴുവൻ കേന്ദ്രത്തിന് ഒരു മണ്ണാങ്കട്ടയും ചെയ്യാനില്ല എന്ന് ഇവിടുത്തെ എല്ലാ സാധാരണ ജനങ്ങൾക്കും അറിയാം. ഈ അന്തം കമ്പികൾ മാത്രമാണ് ഈ ന്യായീകരണ ചർച്ച നടത്തുന്ന അല്ലെങ്കിൽ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി TV ചർച്ചയിൽ വന്നിരിക്കുന്ന അന്തം കമ്പികൾ മാത്രമാണ് പറയുന്നത് കേന്ദ്രം തന്നില്ല. കേന്ദ്രമാണ് നിയമിച്ചത്. ഇതൊക്കെ ചെയ്യുകയാണെങ്കിലോ സിക്കിം ചെയ്തത് കേന്ദ്രം പറഞ്ഞിട്ടാണോ? ആന്ധ്രാപ്രദേശ് ചെയ്തത് കേന്ദ്രം പറഞ്ഞിട്ടാണോ? ബംഗാൾ ചെയ്തത് കേന്ദ്രം പറഞ്ഞിട്ടാണോ? നിങ്ങൾക്ക് 7,000 രൂപ എന്ന് പറയുന്ന ഇവരുടെ ഈ ഓണറേറിയം ഇവർക്ക് 21,000 രൂപയാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ് മതി. മുഖ്യമന്ത്രി പിണറായി വിജയനും വി ശിവൻകുട്ടിയും KN ബാലഗോപാലും ഈ പറയുന്ന വീണ ജോർജും ഒരുമിച്ചിരുന്നിട്ട് ഈ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യം തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 232 രൂപ മതി നിങ്ങൾക്ക് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏറ്റവും ന്യായമായ ആവശ്യമാണ്. ഇതിൽ ഒരു തട്ടിക്കഴിക്കലും ഇല്ല. നിങ്ങൾക്ക് 21 പകരം ഒരു 15 ഇപ്പം തരാം പിന്നെ പിടിച്ചോന്നും പറയാൻ പറ്റില്ല. അത്രക്കും ദയനീയമാണ് അവരുടെ സ്ഥിതി. ഈ 21,000 രൂപ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. 5 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് വാടക 2 കോടി ഈ ഇന്നലെയാണ് ധനകാര്യ വകുപ്പ് പാസാക്കിയത്രേ. മുഖ്യമന്ത്രിക്ക് അവിടെ ഹെലികോപ്റ്റർ പറക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഹെലികോപ്റ്ററിന് ഓരോ മാസവും ഓരോ കോടി കൊടുക്കാം. മുഖ്യമന്ത്രിയുടെ പശുത്തൊഴുത്തിനും മറ്റ് സംവിധാനങ്ങൾക്കും കൊടുക്കാം. ആശാവർക്കർമാർക്ക് മാത്രമില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ മാതൃഭൂമിയിൽ ഇന്നത്തെ മാതൃഭൂമി ചെയ്ത മഹാതണ്ടിത്തരമാണ്. ആശാവർക്കർമാരുടെ ഈ 27ാം ദിവസത്തെ അവരുടെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മഹാസംഗമം, അവർ നടത്തുന്ന മഹാസംഗമ വാർത്ത ഒരു കോണത്തിൽ ഒതുക്കിയിട്ട് ഈ രാജശ്രീ ചെയ്ത പേജാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗമ കാട്ടിയിട്ടൊന്നും കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഒരു സമരത്തോട് ഐക്യപ്പെടേണ്ടത് എന്ന് മാതൃഭൂമിക്കാർ മനസ്സിലാക്കിയാൽ മതി. അതിന് പകരം ഞാൻ മറ്റു പത്രങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് മാധ്യമമാണ്. ഞാൻ പലപ്പോഴും കുറ്റം പറയുന്ന പത്രമാണ്. മാധ്യമത്തിന്റേതായ അജണ്ടകളുണ്ട്. പക്ഷെ അവര് വാർത്തകളുടെ കാര്യത്തിൽ മാതൃഭൂമിയേക്കാൾ ഡീസന്റ് ആണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. കണ്ടില്ലേ, അതിജീവനം എന്ന ആശ. വനിതാ ദിനത്തിലും ഭീഷണികളുടെ നടുവിൽ ചാഞ്ചല്യത്തിന്റെ ലാഞ്ചനയില്ലാതെ ഈ വനിതകൾ പ്രക്ഷോഭം തുടരുകയാണ്. ആശാവർക്കർമാർ പ്രക്ഷോഭം തുടരുകയാണെന്ന് മാധ്യമം പറയുന്നു. അതിജീവനം എന്ന ആശ. എന്നിട്ട് അവരുടെ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതിജീവനത്തിനായുള്ള പെൺ പോരാട്ടങ്ങളുടെ പട്ടികയിൽ ജ്വലിക്കുന്ന അടയാളപ്പെടുത്തലാവുകയാണ് തലസ്ഥാനത്തെ ആശാസമരം. സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനത്തിനു വേണ്ടി ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ കഴിയാൻ തുടങ്ങിയിട്ട് 26 ദിവസം പിന്നിടുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ സന്ദേശവുമായി എത്തുന്ന വനിതാ ദിനത്തിനും ഭീഷണികളുടെയും സമ്മർദ്ദങ്ങളുടെയും നടുവിൽ ചാഞ്ചല്യത്തിന്റെ ലാഞ്ചനയില്ലാതെ ഈ വനിതകൾ പ്രക്ഷോഭം തുടരുകയാണ്. ഈർക്കിൾ സംഘടനയെന്ന് ആക്ഷേപിച്ച ആശമാരുടെ സമരത്തെ അവഹേളിച്ചവരും പരിഹസിച്ചവരുമുണ്ട്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന ഭീഷണിയും തലക്ക് മുകളിൽ തൂങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രവും ഉണ്ട് കേട്ടോ. ആ ചിത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സങ്കടപ്പെയ്ത്ത് എന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചിരവാരിയെ പറഞ്ഞ പോലെ, നിങ്ങൾ എന്തിനാണ് എന്റെ മകനെ ഇപ്പോഴും മഴയത്ത് നിർത്തുന്നത് എന്ന് ചോദിച്ച പോലെ, ഹേ പിണറായി വിജയ, നീ എന്തിനാണ് ഈ സ്ത്രീകളെ ഇപ്പോഴും ഈ കൊരിച്ചൊരിയുന്ന മഴയത്ത് നിർത്തുന്നത് എന്ന് ഈ പത്രവും ചോദിക്കുകയാണ്. ഈ മഴ നനയുന്ന ഒരു ആശാവർക്കറുടെ ചിത്രം. അതിന് താഴെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിനിടെ ഇന്നലെ വൈകിട്ട് പെയ്ത മഴ നനയാതിരിക്കാൻ പ്രവർത്തകരുടെ ശ്രമം. ഇങ്ങനെ ഇത് കണ്ടിട്ടാണ് സുരേഷ് ഗോപി ഇവർക്ക് മഴക്കോട്ടും കൊടയും നൽകിയിരുന്നത്. അപ്പോഴാണ് ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു പരനാറി പറഞ്ഞത് ഉമ്മയും തന്നോ എന്ന്. കേസ് കൊടുത്തിട്ടുണ്ട് വനിതാ കമ്മീഷന് മുന്നിൽ. വനിതാ കമ്മീഷന് കേസ് കൊടുത്തിരിക്കുകയാണ് ആശാവർക്കർമാർ. തങ്ങൾ അധിക്ഷേപിച്ചു. അവരെ മാത്രമാണോ? സുരേഷ് ഗോപി ഈ നാട്ടിൽ ചെയ്യുന്ന എത്ര ഈ പരോപകാരപ്രദമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവർക്കൊക്കെ സുരേഷ് ഗോപി പോയി ഉമ്മ കൊടുക്കുകയാണ്. ഉമ്മ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ സഖാക്കൾ കൊടുക്കുന്ന തരത്തിലുള്ള ഉമ്മയല്ല സുരേഷ് ഗോപി എന്തായാലും കൊടുക്കുന്നതെന്ന് ഓർമ്മ വേണം. പരട്ട സഖാക്കളെ എന്ന് മാത്രമേ പറയാനുള്ളൂ. KN ഗോപിനാഥിയുടെ പ്രസംഗമായിരുന്നു ആ സമരപ്പന്തലിൽ, അവരുടെ സമരപ്പന്തലിൽ ചെന്നിട്ട് സുരേഷ് ഗോപിദാ ഇവർക്ക് കൊട കൊടുത്തത്രേ, റെയിൻകോട്ട് കൊടുത്തത്രേ, ഉമ്മയും കൊടുത്തോ എന്നാണ് ആ നീചൻ, ആ നികൃഷ്ട ജീവി പറഞ്ഞത് കേട്ടോ. ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. ഓർക്കണം, ഇതാണ് സഖാക്കൾ. മനുഷ്യനാവണം എന്ന് പറയുന്ന കൂട്ടത്തിൽ മൃഗങ്ങളാണ് സഖാക്കൾ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന നമ്മുടെ ഇളമരം മൂത്തമരം കരീമും ഇമ്മാരി ഗോപിനാഥനും ഹർഷകുമാറും ഒക്കെ പറയുന്ന. ഹർഷകുമാർ വിളിച്ചത് അറിയാലോ? സംക്രമിക രോഗം പരത്തുന്ന കീടം മിനിയെ വിളിച്ചതാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മിനിയെ വിളിച്ചതാണ് കൊടുക്കുന്ന കീടമെന്ന്. പിന്നെ ഈ CITU നേതാവ്, CITUവിന്റെ അഖില ലോക നേതാവ്
എളമരം കരീം എന്ന് പറയുന്ന തൊഴിലാളി വർഗ നേതാവാണത്രേ. കഴിഞ്ഞ ദിവസം TV ചർച്ചയിൽ ഈ എളമരം കരീം 2014 കൊടുത്ത അദ്ദേഹത്തിന്റെ ഈ ഇതുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ 1.25 കോടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ വിനു വി ജോൺ ചിരിച്ചു. വിനു വി ജോൺ പറഞ്ഞു, ഈ സ്വന്തം കൃത്യമായ വരുമാനം അല്ലല്ലോ ഈ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ സമർപ്പിക്കുക. ഈ എളമരം കരീമിന് 1.25 കോടിയോ? എളമരം കരീമിന്റെ ആസ്തിയുടെ ഒരു 100-1 വരും ഈ 1.25 കോടി എന്ന് പറയുന്നത്. ഇയാളാണ് പണ്ട് ഈ ഗോളിയർ ലയൺസിലെ കരാർ തൊഴിലാളിയായിരുന്നു. മറന്നു പോകരുത്. ഞാൻ മറന്നിട്ടില്ല. കോഴിക്കോട്ടുകാർ ആരും മറക്കുമെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, ദിനേശ് വീഡിയും വലിച്ച് കൈലിയും എടുത്ത് നടക്കുന്ന ഒരു എളമരം കരീമിനെ കണ്ട ഓർമ്മ ഇപ്പോഴേ എന്റെ മനസ്സിലുണ്ട്. അന്തംഗമികളല്ലാത്തവരുടെ ഒക്കെ മനസ്സിൽ കാണാം. ഇന്ന മനുഷ്യൻ കോടികളുടെ ഇതെവിടുന്ന് വരുന്നു? ഇവർക്ക് 232 രൂപ ദിവസവേതനം കിട്ടുന്ന ആശാ തൊഴിലാളികളുടെ വേതന അറിയില്ല. കോടികളിൽ കിടന്ന് പുളയ്ക്കുകയാണ്. അതാണല്ലോ ഇലക്ഷനിൽ മത്സരിച്ചപ്പോ 1.5 ലക്ഷം വോട്ടിനാണ് വോട്ടിപ്പിച്ചു വിട്ടത് കോഴിക്കോട്ടെ ആളുകൾ. സഖാക്കളാണ്. കരീം ഖ എന്ന് പറഞ്ഞിട്ടായിരുന്നു മത്സരിച്ചത്. അറിയാലോ, രാഘവേട്ടൻ എന്നൊരു ഭാഗത്ത് വിളിക്കുമ്പോൾ ഞങ്ങളുടെ എളമരം കരീമിനെ എളമരം മൂത്ത മരം എന്ന് വിളിക്കട്ടെ, കരീം ഖ വോട്ട് തരുവാ കരീം ഖ പറന്നുപോയി. ദയനീയമായ പരാജയം. ഉളുപ്പുണ്ടെങ്കിൽ അന്ന് ഇയാൾ ഇവിടുന്ന് സ്ഥലം വിടേണ്ടതാണ്. ഒരു തൊഴിലാളി നേതാവാണത്രേ. 1.5 ലക്ഷം വോട്ടിന് MK രാഘവനോട് പരാജയപ്പെട്ടു. ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ മാധ്യമം ആ രീതിയിൽ വളരെ ഗംഭീരമായ സാധനം ചെയ്തു. ഇനിതാ കേരളകൗമുദിയുടെ 1-ാം പേജ്. അതിജീവനം തേടി ആശമാർ. 3 സ്ത്രീകളുടെ കഥ പറയുന്നുണ്ട്. ഈ ആരാണ് JS ഐശ്വര്യ എഴുതിയ ഈ സ്റ്റോറിയിൽ നമ്മളെ കണ്ണു നിറയുന്നു വായിക്കുമ്പോൾ. അതിജീവനം ആശിച്ചുള്ള ആശമാരുടെ സെക്രട്ടേറിയറ്റ് സമരം 26 ദിനരാത്രങ്ങൾ പിന്നിടുകയാണ്. ആ സമര വീര്യത്തിന്റെ ജീവിതകഥ പറയുകയാണ് വനിതാ ദിനത്തിൽ കേരള കൗമുദി എന്നും പറഞ്ഞിട്ടാണ് കേരളകൗമുദി ആ കഥ പറയുന്നത്. അസുഖബാധിതരായ വൃദ്ധരെ പരിചരിക്കലായിരുന്നു ആശാവർക്കറായ മേനംകുളം സ്വദേശി സുരഭിയുടെ പതിവ്. ഈ സമയമെല്ലാം സുരഭിയുടെ മാറിലെ കരിയർ ബാഗിൽ അമ്മയെ നോക്കി 3 മാസം പ്രായമുള്ള നിരാമയി കൺചിമ്മും. ജോലിക്കിടെ നിരാമയി വിശന്ന് കരഞ്ഞ് തളർന്നുറങ്ങും. ഇതായിരുന്നു സുരഭിയുടെ ജീവിതം. നിരാമയി എന്ന് പറയുന്ന കൈക്കുഞ്ഞുമായി ജോലിക്ക് പോയ ആശാവർക്കറുടെ കരളലയിപ്പിക്കുന്ന കഥയുണ്ട് കേട്ടോ. പിന്നീട് ഗിരിജ, ശാലിനി, മറ്റു 2 അമ്മമാരുടെ കൂടി കഥ ഞാൻ ഇതില് മുഴുവൻ വായിക്കുന്നില്ല. ഇത് ഈ 3 പേരുടെ അല്ല, ഈ 3 പേരെ പോലെയാണ് അവിടെയുള്ള 5000-ഓളം വരുന്ന സമരമുഖത്തുള്ള അമ്മമാർ. ഓരോരുത്തരുടെ ജീവിതം ഓരോ കഥയാണ്, ഓരോ കണ്ണീർ കഥയാണ്. അതിജീവനം തേടി ആശമാർ കേരളകൗമുദിയുടെ വനിതാ ദിന സ്പെഷ്യലാണ്. മനോരമ കൂടി ഒന്ന് നോക്കാം. ഇന്ന് നമ്മുടെ സ്വന്തം പത്രം ദേശാഭിമാനി കിട്ടിയില്ല കേട്ടോ. മാന്യ പ്രേക്ഷകർ ക്ഷമിക്കണം എന്നോട്. കാരണം ഇന്ന് പ്രസ് എന്തോ കേടായതുകൊണ്ട് ഇതുവരെ രാവിലെ പത്രം കിട്ടിയില്ല. ഇനി വൈകിട്ട് പത്രം വരുമോ എന്നറിയില്ല. അത് വായിക്കാത്തത് കൊണ്ട് എന്തോ ഒരു വിഷമമുണ്ട് കേട്ട് പല ആൾക്കാർക്കും. കേരളം മുഴുവൻ എല്ലാ സ്ഥലത്തും കിട്ടിയില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ദേശാഭിമാനി രാവിലെ കാണാത്തത് കൊണ്ട്. തമാശ പറഞ്ഞല്ല. ഇനി മലയാള മനോരമയുടെ പ്രധാനം സംസ്മരണം അനിവാര്യം എന്ന് പറയുന്ന ഈ നമ്മുടെ പാർട്ടി സമ്മേളനത്തിലെ വികസന നയരേഖയുടെ ഉള്ളടക്കമാണ്. വിശദീകരണമായി ഗോവിന്ദനുണ്ട്. അതിലിതാ ആശാ വർക്കർമാർക്ക് വനിതാ ദിനത്തിലും സമര ജീവിതം എന്ന് മലയാള മനോരമയും 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. ആശാ വർക്കർമാർക്ക് വനിതാ ദിനത്തിലും സമര ജീവിതം. തൊഴിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടുംബം എന്നിങ്ങനെ വിവിധ തലങ്ങളിലെ സ്ത്രീ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് രാജ്യാന്തര വനിതാ ദിനത്തിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 26 ദിവസമായി സമരം നടത്തുന്ന ആശാവർക്കർമാർ ചോദിക്കുന്നു, എവിടെ ഞങ്ങളുടെ തൊഴിലിന് മാന്യമായ കൂലി? വിജയ എന്ന് ആശാവർക്കർമാർ ചോദിക്കുകയാണ്. അപ്പോഴാണ് വിജയൻ അവിടെ നയരേഖ, കേരള വികസനത്തിനുള്ള നയരേഖ എന്താ പറയാ, അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോ പാർട്ടി സെക്രട്ടറി കൂടി ജയ് വിളിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ ആരാണ് ഇതിനെ എതിർക്കാൻ പോകുന്നത്? ആരും എതിർക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുലക്കരം കൂടി ചിലപ്പോൾ കൂട്ടിച്ചേർക്കും. അത് നമുക്ക് കാത്തിരിക്കാം. കഴിയുമ്പോഴത്തേക്ക് മുലക്കരം അപ്പോഴും സഖാക്കളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇവിടെ ഏറ്റവും രസകരമായ ഒരു ഫോട്ടോ ഉണ്ട് മലയാള മനോരമയില്. അതായത് സ്ത്രീപക്ഷം എന്നും പറഞ്ഞിട്ട് ചിന്താ ജെറോം മുതൽ
ശ്രീമതി ടീച്ചർ മുതൽ നമ്മുടെ TN സീമ വരെയുള്ള ഒരു 10 വനിതാ സഖാക്കളുടെ പടം കൊടുത്തിട്ടുണ്ട് മനോരമ. എന്റെ പ്രിയപ്പെട്ട മനോരമേ, ഈ പടത്തിന് പകരം ആ സമരം ചെയ്ത സ്ത്രീകളുടെ പടമായിരുന്നു നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ മനോരമ ഏതായാലും 1-ാം പേജിൽ അർഹമായ രീതിയിൽ തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, മനോരമയോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹം എന്ന് പറയുന്നത് വനിതാ ദിനത്തിൽ ദേവിയേച്ചി, കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ടി ദേവി എന്ന വനിതാ നേതാവിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. ദേവിയേച്ചി എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന ടി ദേവി, മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായ, ഒരുപക്ഷെ കേരളത്തിലെ ആദിവാസി സ്ത്രീകളുടെ ജീവിതത്തെ ഇത്രമേൽ രക്ഷപ്പെടുത്തിയ മറ്റൊരു നേതാവില്ല. ദേവിയേച്ചിക്ക് ഈ പുരസ്കാരം കൊടുത്തു, വനിതാരത്ന പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത മലയാള മനോരമയിൽ കൊടുത്തിട്ടുണ്ട്. മലയാള മനോരമയുടെ 4-ാം പേജിൽ ടി ദേവിക്ക് വനിതാരത്ന പുരസ്കാരം. ആദിവാസി സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതം, ആദിവാസി സ്ത്രീകൾക്ക് വേണ്ടി. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് മാച്ചിയുടെ ദുരന്ത കഥയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. വയനാട്ടിലെ അമ്മമാര് എന്ന് പറഞ്ഞാൽ ഗോത്രവർഗക്കാരായ അമ്മമാര് ചെറുപ്പത്തിൽ തന്നെ, പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അച്ഛനാരെന്നറിയാത്ത കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്ന ആദിവാസി അമ്മമാരുടെ ഒരു കഥകൾ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു അന്ത്യം കുറിച്ചത് ദേവിയേച്ചിയുടെ സമരമാണ്, ടി ദേവി എന്ന് പറയുന്നത്. ഇങ്ങനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മളെക്കാലവും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നേതാക്കന്മാരൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഒന്ന് ടി ദേവിയേച്ചിക്ക് അർഹമായ ഒരു പുരസ്കാരമാണ് കിട്ടിയത്, വനിതാരത്ന പുരസ്കാരം. മാത്രമല്ല, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. മാറ്റത്തിന്റെ മാറ്റ് എന്ന് പറഞ്ഞിട്ട് 9-ാം പേജിൽ, മലയാള മനോരമയുടെ 9-ാം പേജിൽ മാറ്റത്തിന്റെ കാറ്റ്, കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനങ്ങളെ കുറിച്ച് അവയ്ക്ക് നേതൃത്വം നൽകിയവർ പറയുന്നു. കേരളത്തിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒരു 6 പേരെ കുറിച്ച് പറയുന്നുണ്ട്. 6 പേര് തന്നെ. അതില് ആദ്യത്തെ ആള് മാനുഷി, സാറ ടീച്ചറാണ്. സാറ ടീച്ചർ ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ വനിതാ വിമോചക സംഘടന ഉണ്ടാക്കിയത് സാറ ടീച്ചറാണ് കേട്ടോ. സാറ ജോസഫിന്റെ സ്ത്രീ വിമോചനത്തിന്റെ അടിത്തറ എന്ന പേരിൽ മാനുഷി എന്ന് പറയുന്ന സംഘടന. പിന്നീട് നമ്മുടെ അജിയേച്ചിയുടെ കെ അജിതയുടെ അന്വേഷി, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരിടം. ഇപ്പോഴും അജിതേച്ചി വളരെ സജീവമാണ് കോഴിക്കോട്ട്. ഈ അന്വേഷിയുടെ പ്രവർത്തകരും അതേപോലെ തന്നെ മാനുഷി എനിക്ക് തോന്നുന്നു അത്രമേൽ പഴയ ആ രീതിയിൽ മാനുഷി ഇപ്പോഴുള്ള പ്രവർത്തന സജ്ജമല്ല എന്ന് തോന്നുന്നു. കാരണം സാറ ടീച്ചർ കൂടുതൽ എഴുത്തിലേക്കും മറ്റു മേഖലകളിലേക്കൊക്കെ തിരിഞ്ഞതുകൊണ്ട്. പിന്നീട് നമ്മുടെ നിസ, ആരാണ്, നമ്മുടെ സൂറത്താത്ത, VP സൂറത്താത്തയുടെ നിസ, സൂറത്താത്തയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നമ്മുടെ തുല്യ സ്വത്ത് മുസ്ലിം സ്ത്രീകൾക്കും വേണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തതും സുരേഷ് ഗോപി അവരെ മന്ത്രിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പത്രത്തിൽ വായിച്ചല്ലോ. അപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പടവെട്ടുന്ന സൂറത്താത്ത, പിന്നീട് നമ്മുടെ AK ജയശ്രീയെ ഒരുപക്ഷെ പറയണമെങ്കിൽ നമ്മുടെ കനിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായും. കനി കുസൃതിയുടെ അമ്മ എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല പറയേണ്ടത്. AK ജയശ്രീയാണ് കേരളീയ സ്ത്രീ മുന്നേറ്റങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച AK ജയശ്രീയുടെ പ്രചോദന എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച്. പിന്നീട് വിജി പെൺകൂട്ട്, നമ്മുടെ സ്വന്തം കോഴിക്കോട്ടുകാരുടെ സ്വന്തം വിജിയുടെ പെൺകൂട്ട് എന്ന് പറയുന്ന സംഘടനയായിരുന്നു. മിഠായി തെരുവിലല്ല, പല തെരുവുകളിലും സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാൻ, രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി വീട്ടിലെത്തുന്നതുവരെ മൂത്രമൊഴിക്കാൻ ഒരിടമില്ലാത്ത സ്ത്രീകളെ കുറിച്ച് വിജിയാണ് ഇവിടെ സമരം ചെയ്ത് സ്ത്രീകൾക്ക് മൂത്രപ്പുര ഉണ്ടാക്കി കൊടുത്തത്. മാത്രമല്ല, ഇരിക്കാൻ അവകാശമില്ലാത്ത സ്ത്രീകൾ, ടെക്സ്റ്റൈൽ തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഇരിക്കാൻ അവകാശമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ കോഴിക്കോടിന്റെ സമര ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമായിരുന്നു നമ്മുടെ പെൺകൂട്ടിലെ വിജി നയിച്ചത്. സിനിമയുണ്ടായിരുന്നു, നമ്മുടെ ഇദ്ദേഹം ജിയോ ബേബി സംവിധാനം ചെയ്ത ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഭാഗം, അതൊരു 5-6 സിനിമകളുടെ ഒരു കൂട്ടമാണ്. അതില് കുഞ്ഞിളം അസ്ലാമണി എന്ന് പറയുന്ന നവാഗത സംവിധാനം ചെയ്ത അസംഘടിതർ എന്ന് പറയുന്ന ഒരു 30-35 മിനിറ്റ് നീളമുള്ള ആ സിനിമയിൽ നമ്മുടെ എന്താ പറയാ വിജിയുടെ ഈ പെൺകൂട്ടിന്റെ വിജിയുടെ കഥ പറയുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഡോക്യുമെന്ററി സിനിമയാണ് ആ അസംഘടിതർ എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും രസകരമായ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ഈ പാതിരക്ക്, അതായത് ഈ ടെക്സ്റ്റൈൽ ഷോറൂമുകളൊക്കെ നടത്തുന്ന, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോറൂമിനോടൊക്കെ ചേർന്നിട്ട് മൂത്രപ്പുര വേണം അല്ലെങ്കിൽ ടോയ്ലറ്റ് വേണം എന്ന നിബന്ധനയൊക്കെ തെറ്റിച്ചത് അതുകൂടി ഇവർ ഗോഡൌൺ ആക്കി മാറ്റുന്ന ഒരു സ്ഥിതിയിൽ പാതിരക്ക് മതില് ചാടി പാതിരക്ക് ഈ ടെക്സ്റ്റൈൽ ഷോറൂമിലെത്തുന്ന വിജയെയും കൂട്ടരെയും കുറെ ആളുകൾ ടോർച്ചടിച്ച് എന്താ നിങ്ങൾ മോഷ്ടാക്കളാണെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ മോഷ്ടിക്കാൻ വന്നവിടെ ചോദിക്കുമ്പോൾ വിജയിച്ച് വളരെ കൂളായിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നല്ല, ഞങ്ങൾ കക്കൂസ് ഉണ്ടാക്കാൻ വന്നതാണെന്ന്.
ഞങ്ങൾ കക്കാൻ വന്നതല്ല, ഞങ്ങൾ കക്കൂസ് ഉണ്ടാക്കാൻ വന്നതാണെന്ന് വിജയിച്ച് ആ സിനിമയിൽ വളരെ 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 കൂളായിട്ട് പറയുന്ന ഒരു ഡയലോഗാണ് എന്റെ മനസ്സിൽ ഓർമ്മയിൽ ഇപ്പോഴും വരുന്നത്. ഏതായാലും വിജി പിന്നെ മറ്റൊന്നുകൂടിയിട്ട് നമ്മുടെ ദയാബായി എന്ന് പറയുന്ന ഒരു സംഘടനയുടെയും പിൻബലമില്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദയാബായി. അങ്ങനെ ദയാബായിയെ കുറിച്ച് മലയാള മനോരമ സ്റ്റോറി ചെയ്യുന്നു, പി വിജയെ കുറിച്ച് ചെയ്യുന്നു, AK ജയശ്രീയെ കുറിച്ച് ചെയ്യുന്നു, സൂറത്താത്തയെ കുറിച്ച് ചെയ്യുന്നു, അജയച്ചയെ കുറിച്ച് ചെയ്യുന്നു, സാർ ടീച്ചറെ കുറിച്ച് ചെയ്യുന്നു. ഇങ്ങനെ മലയാളത്തിലെ എന്താ പറയാ സമാനതകളില്ലാത്ത സ്ത്രീ പോരാട്ട നായികമാരെ കുറിച്ചും കൂടി മലയാള മനോരമ ഓർമ്മിപ്പിക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോയിൽ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് കൂട്ടരെ ഈ മാർച്ച് 8-ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇപ്പോഴും നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അമ്മമാർ അവിടെ ആ പൊരിവെയിലത്ത് മഹാസംഗമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിണറായി വിജയ, നല്ലതിനല്ല നിങ്ങളെ ഈ സമരവും നിങ്ങളുടെ ഈ സമ്മേളനവും കലാപരിപാടികളും പൊറാട്ടുനാടവും ഒക്കെ കഴിഞ്ഞിട്ടേ വന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ 2026 വരെ ഒന്നും പോണ്ടി വരില്ല. ഈ സ്ത്രീകൾ അവസാനത്തെ ആണിയടിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ സ്ത്രീകളായിരിക്കും ഇവിടെ പിണറായിസത്തിന്, ഞാൻ കമ്മ്യൂണിസം എന്നൊന്നും പറയുന്നില്ല കേട്ടോ, പിണറായിസത്തിന് അവസാനത്തെ ആണിയടിക്കുന്നത് ഈ ആശാ തൊഴിലാളികളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. നന്ദി, നമസ്കാരം.